my channel, your online Teacher-Malayalam. ഇപ്പോൾ എല്ലാവർക്കും എക്സാമൊക്കെ അടുക്കാറായി, എല്ലാവരും എക്സാമിൻ്റെ ടെൻഷനിലൊക്കെ ഇരിക്കുകയാണ്. അതിന് ടെൻഷൻ അടിക്കാനൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ മാത്രം ചെയ്താൽ മതി. ആ പഠിപ്പിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതിൻ്റെ അപ്പുറത്തൊന്നും ഒരു ക്വസ്റ്റ്യൻ വരില്ല. സോ അതുകൊണ്ട് എക്സാമിന് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് ആണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ ആരും മടിക്കരുത്. കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ. നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്നൊരു ചാപ്റ്റർ നോക്കാം. നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സാണ് അല്ലേ? നമ്മളെല്ലാം കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പണ്ടത്തേലും ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ കൺസ്യൂമർ ഈസ് ദ കിങ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഒരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടമായാൽ മാത്രമേ നമ്മൾ വാങ്ങിക്കൂ. അതിനുള്ള റൈറ്റും ഫ്രീഡും എല്ലാം നമുക്കുണ്ട്. തുടക്കത്തിലൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഈ സെല്ലേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അവരുടെ കടയിൽ കുറച്ച് വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ നമ്മൾ നിർബന്ധിതരായിരുന്നു. വേറെ ചോയ്സൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ കാലങ്ങൾ കഴിയുന്തോറും കൺസ്യൂമർക്ക് ഇമ്പോർട്ടൻസ് വന്നു. ഇപ്പൊ കൺസ്യൂമർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, കൺസ്യൂമറിന്റെ ടേസ്റ്റ് എന്താണ്, കൺസ്യൂമറിന്റെ പ്രിഫറൻസ് എന്താണ്, ഇതെല്ലാം നോക്കിയിട്ടാണ് ഗുഡ്സും സർവീസസും എല്ലാം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, കൺസ്യൂമർക്കും കുറെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് തട്ടിപ്പുകൾ ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട്. ഗുഡ്സിൽ അഡൾട്രേഷൻ ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ബ്ലാക്ക് മാർക്കറ്റിംഗ് പോലുള്ള ഒരുപാട് കാര്യങ്ങളിൽ തട്ടിപ്പിന് ഇരയാവാറുണ്ട് ആളുകൾ. അപ്പൊ ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ നിന്നെല്ലാം നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കുറെ റൂൾസ് ഒക്കെ വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ലൈഫിലേക്ക് നമുക്കൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമ്മളിതൊന്ന് ഓർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന ചാപ്റ്റർ, അതാണ് ആ ചാപ്റ്ററിന്റെ ഹെഡിങ്. നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ ഒരു ചാപ്റ്ററിൽ എന്താ പറയുന്നതെന്ന്. Consumer protection refers to the act of providing adequate protection to consumers. ഇതെന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് കൺസ്യൂമർക്ക് ആവശ്യത്തിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നതാണ്. എഗെയിൻസ്റ്റ് അൺസ്ക്രപ്പുലസ്, എക്സ്പ്ലോയിറ്റേറ്റീവ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഓഫ് മാനുഫാക്ചേഴ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡേഴ്സ്. മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തു നിന്നാണെങ്കിലും സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ അടുത്തു നിന്നാണെങ്കിലും നമ്മൾ നേരിടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, ഇപ്പോൾ ഗുഡ്സിലുള്ള തിരിമറികൾ, അതിൻ്റെ വെയിറ്റ്, ക്വാളിറ്റി, അതെല്ലാം പെടും. അതിൽ നിന്നെല്ലാം കൺസ്യൂമർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 ആസ്പെക്ട്സ് ആണ് ഇതിൽ കവർ ചെയ്യുന്നത്. കൺസ്യൂമറിൻ്റെ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ എക്കണോമിക് ഇൻട്രസ്റ്റിൻ്റെ പ്രൊട്ടക്ഷനും പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ പ്രൊട്ടക്ഷനും. ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടോ, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ തന്നെ എന്താ എന്നുള്ളതാണ് ഇനി പറയുന്നത്. കൺസ്യൂമറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് പറയുന്നത്. അതായത് കൺസ്യൂമർക്ക് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ ആവശ്യം എന്താണ്. കൺസ്യൂമർ ഇഗ്നോറൻസ്. Most of the consumers are not aware of their rights, responsibilities and reliefs available to them. കൺസ്യൂമർ ഇഗ്നോറൻസ് ആണ് ആദ്യത്തെ പോയിന്റ്. അതായത് മിക്ക കൺസ്യൂമേഴ്സിനും അവർക്കുള്ള റൈറ്റ്സ് അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നതിന് ഇവർക്ക് എന്തൊക്കെ സഹായം കിട്ടും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല മിക്ക കൺസ്യൂമേഴ്സിനും. കൺസ്യൂമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപഭോക്താവ്. അപ്പോൾ ഇവർക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരെ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അതുകൊണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വേണം. അൺഓർഗനൈസ്ഡ് കൺസ്യൂമേഴ്സ്, അതായത് there is a need to organize consumers in the form of consumer associations who would take care of their interest. അതായത് കൺസ്യൂമേഴ്സിനും ഒരു അസോസിയേഷൻസ് ആവശ്യമാണ്. അതായത് അവരെ സംരക്ഷിക്കാൻ ആരെങ്കിലും വേണ്ടി, അവരുടെ റൈറ്റ്സ് ഒക്കെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ടതെല്ലാം നേടിക്കൊടുക്കാനോ ആരെങ്കിലുമൊക്കെ വേണം. അതുകൊണ്ട് തന്നെ കൺസ്യൂമർ അസോസിയേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അൺഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്ന കൺസ്യൂമേഴ്സിനെ എല്ലാം ഓർഗനൈസ് ആക്കുക. അതുവഴി അവർക്ക് ഇങ്ങനെ അവയർനെസ് ഒക്കെ കൊടുക്കുക, കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. വൈഡ് സ്പ്രെഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിനെ ചൂഷണം ചെയ്യുന്നുണ്ട് ഒരുപാട്. ഇന്നും ഉണ്ട്. വളരെ നന്നായിട്ട് തന്നെ കൺസ്യൂമേഴ്സിനെ ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചൂഷണം നടക്കുമ്പോൾ, ചൂഷണങ്ങൾ ഇതൊക്കെ നിങ്ങൾ പോയിന്റായിട്ട് എഴുതാൻ നോക്കാം. ഈ ഒരു പോയിന്റ് എഴുതുമ്പോൾ അഡൾട്രേഷൻ, മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ്, ഹോർഡിങ്, ബ്ലാക്ക് മാർക്കറ്റിംഗ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ചൂഷണമൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. സോ കൺസ്യൂമർ പ്രൊട്ടക്ഷന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ദ ബിസിനസ്. അതായത് ഒരു ബിസിനസ് അവരുടെ കൺസ്യൂമേഴ്സിനെ വളരെ നല്ല രീതിക്ക് നോക്കിക്കൊണ്ടു പോകുന്നുണ്ട്, യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടിക്കുന്നില്ല, ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് പോകുന്നെങ്കിൽ
പിന്നെ കൺസ്യൂമേഴ്സ് ആ ഗുഡ്സ് വാങ്ങിക്കും അല്ലെ. അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് സെയിൽ ആ ഒരു കൺസ്യൂമറിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ആ കൺസ്യൂമർ മറ്റുള്ളവരോട് പറഞ്ഞ് അവരുടെ സെയിൽ കൂടുകയും ചെയ്യും. അപ്പോൾ ആ ബിസിനസ്സിനും കാര്യമുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിസിനസ് യൂസസ് സൊസൈറ്റീസ് റിസോഴ്സസ്. ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സൊസൈറ്റിയുടെ റിസോഴ്സസ് ആണ് ഈ ബിസിനസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പബ്ലിക് ഇൻട്രസ്റ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന രീതിക്കുള്ള ഒരു കാര്യവും ബിസിനസ് ചെയ്യാൻ പാടില്ല. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇതന്നെ സെയിം പ്രോബ്ലം തന്നെ. അതായത് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ആ ഒരു സൊസൈറ്റിനോട് ബിസിനസ്സിന് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. സോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അത്യാവശ്യമാണ്. മാത്രമല്ല കൺസ്യൂമറാണ് ആ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് എന്ന് തന്നെ പറയാം. ഈ ബിസിനസ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ പെടുന്ന ഒരാളാണ് കൺസ്യൂമർ. അതുകൊണ്ട് തന്നെ കൺസ്യൂമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ബിസിനസ്സിൻ്റെയും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മോറൽ ജസ്റ്റിഫിക്കേഷൻ, അതായത് അൺസ്ക്രപ്പുലസ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എല്ലാം ഒരു മോറൽ പ്രിൻസിപ്പിളൊക്കെ വേണ്ടേ, ചുമ്മാ നമുക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല. സോ മോറലിയും അവർ ഗുഡായിരിക്കണം. സോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, അതായത് ഏതെങ്കിലും രീതിക്ക് ബിസിനസ് കൺസ്യൂമേഴ്സിനെ ചൂഷണം ചെയ്യാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റൈറ്റ്സ് ഒന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് തന്നെ അതിൽ ഇടപെടും. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർക്ക് എന്തായാലും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളത് നിർബന്ധമാണ്. അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിക്കുള്ള ട്രേഡ് പ്രാക്ടീസസ് ഒന്നും കണ്ടക്ട് ചെയ്യാൻ പാടില്ല. ഇനി ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ, ഇത് ചെറിയ ചാപ്റ്റർ ആണെങ്കിലും ഇതിൽ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നിയമങ്ങളുണ്ട്, ലോസ് ഉണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഓരോന്നും പഠിക്കണം, ഓരോന്നിൽ എന്താ ഉള്ളതെന്നും പഠിക്കണം. ഈ ഒരു ആക്ട് പ്രകാരം കൺസ്യൂമർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്, അതായത് ഡിഫക്റ്റീവ് ഗുഡ്, എന്തെങ്കിലും ഗുഡ്സിന് എന്തെങ്കിലും തകരാറ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഗുഡ്സും സർവീസും വിടുമല്ലോ. അപ്പോൾ സർവീസസിൽ എന്തെങ്കിലും നമുക്ക് തൃപ്തിയല്ല, അവർ നമ്മൾ മോശമായിട്ടാണ് സർവീസ് നമുക്ക് തന്നതെങ്കിൽ, അങ്ങനെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ചൂഷണങ്ങളൊക്കെ, ഇതിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷനാണ് ഈ ഒരു ആക്ട് പ്രകാരം കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടയർ മെഷീനറി അല്ലെങ്കിൽ 3 ടയർ മെക്കാനിസം ആണുള്ളത്. 3 തലത്തിൽ ഡിസ്ട്രിക്ട് ഫോറം ഉണ്ട്, സ്റ്റേറ്റ് കമ്മീഷനുണ്ട്, നാഷണൽ കമ്മീഷനുണ്ട്. ഇനി കോൺട്രാക്ട് ആക്ട് 1982. കോൺട്രാക്ട് ആക്ട് 1982 എന്ന് പറയുന്നത് കോൺട്രാക്റ്റിലേക്ക് രണ്ട് പാർട്ടീസ് തമ്മിൽ സമ്മതിച്ച് എഗ്രിമെൻ്റ് ഒപ്പുവെക്കുമ്പോഴാണ് അതൊരു കോൺട്രാക്റ്റ് ആവുന്നത്. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റ് പ്രകാരമാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഉത്തരവാദികളായിരിക്കും. ആരാണോ ആ കോൺട്രാക്റ്റ് തെറ്റിക്കുന്നത് അയാൾ ഉത്തരവാദിയായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഒരു ഭംഗം വരുത്തിയിട്ടുണ്ടെങ്കിൽ മറ്റേയാൾക്ക് എന്തെങ്കിലും ഒരു റിലീഫ് റെമഡി ഒക്കെ കിട്ടണ്ടേ, അതെല്ലാം ഈ ഒരു ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930, അതായത് ഗുഡ്സ് വിൽക്കൂലേ, നമ്മൾ ഗുഡ്സ് വാങ്ങിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം ഇതിൽ വരുന്നത്, അതായത് നമ്മളോട് പറഞ്ഞേക്കുന്ന ഗുഡ്സ് അല്ല നമുക്ക് തന്നേക്കുന്നത്, അല്ലെങ്കിൽ ഇവർ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും ഇതിൽ സാറ്റിസ്ഫൈഡ് ചെയ്തിട്ടില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ബയേഴ്സിനുള്ള പ്രൊട്ടക്ഷനും റിലീഫും കിട്ടും, കോമ്പൻസേഷൻ പോലെ കാര്യങ്ങളൊക്കെ കിട്ടും ഈ ഒരു ആക്ട് പ്രകാരം. എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955, ഇതെന്ന് പറയുന്നത് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ഉണ്ടല്ലോ, നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ മാർക്കറ്റിൽ തടഞ്ഞു വെച്ച് അതിൻ്റെ പ്രൈസ് കൂട്ടിയിട്ട് നന്നായി കൂടിക്കഴിഞ്ഞ് വിൽക്കാം, അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടികളുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കൺസ്യൂമറിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955. അഡൾട്രേഷൻ, ബ്ലാക്ക് മാർക്കറ്റിംഗ്, ഇതിനെതിരെ എല്ലാം ആക്ഷൻ എടുക്കും ഈ ഒരു ആക്ട് പ്രകാരം. പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954, അതായത് ഫുഡ് ആർട്ടിക്കിൾസിൽ എന്തെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ പ്യൂരിറ്റി, അത് ഫ്രഷ് അല്ല, ചീത്തയാണ്, അല്ലെങ്കിൽ അതിൽ വളരെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ ഉപയോഗിക്കുന്നു, അങ്ങനെ പബ്ലിക് ഇൻട്രസ്റ്റിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ ഉള്ളത്. അപ്പോൾ അതിലെന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു ആക്ട് പ്രകാരം നടപടികളുണ്ടാവും. ദ ട്രേഡ് മാർക്സ് ആക്ട് 1999, ഇതെന്ന് പറയുന്നത് ടു പ്രിവെൻറ്റ് ദ യൂസ് ഓഫ് ഫ്രോഡുലന്റ് മാർക്ക് ഓൺ പ്രോഡക്ട്സ്, പ്രൊഡക്റ്റിൽ ഫ്രോഡുലന്റ് ആയിട്ട്, അതായത് ഇത് അവരുടെ മാർക്കായിരിക്കില്ല പക്ഷെ മറ്റുള്ളവരുടെ അതേ സിമ്പിളൊക്കെ കോപ്പി അടിച്ച് അവരുടെ പ്രൊഡക്റ്റിനും ഇടാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ നൈക്കിൻ്റെ ഷൂസ് തന്നെ എടുക്കുക, അതിനൊരു ടിക്ക് മാർക്ക് ഉണ്ട്, അതേ സെയിം ടിക്ക് മാർക്ക് വെച്ച് വേറൊരു കമ്പനിക്കും ആ പ്രൊഡക്റ്റ് ഇറക്കാൻ പറ്റില്ല സെയിം വെച്ചിട്ട്, കാരണം അവരുടെ ട്രേഡ് മാർക്ക് ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്, അവർക്ക് ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വരും. The standards of weights and
മെഷേഴ്സ് ആക്ട് 1976. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അത് എന്തോരാണ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി എല്ലാ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു ആക്ട് പ്രകാരം കൺസ്യൂമർക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ദി അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് ആക്ട് 1937. ഇത് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസിനായിട്ട് ബന്ധപ്പെട്ട് വന്നതാ. ലൈഫ് സ്റ്റോക്ക് പ്രോഡക്ട്സ്, അതായത് നമ്മൾ പാല്, തൈര് ഇതൊക്കെ ആയിട്ട് ഇത് ബന്ധപ്പെട്ട് വരും. അപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരം അഗ്മാർക്ക് എന്ന് പറഞ്ഞൊരു മാർക്ക് കൊടുക്കും. ആ അഗ്മാർക്ക് കൊടുക്കണമെങ്കിൽ ഈ ഒരു ആക്ട് പ്രകാരം കുറെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. ആ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണ മാനുഫാക്ചേഴ്സിന് മാത്രമാണ് ഇങ്ങനെയുള്ള മാർക്ക് അവരുടെ കയ്യിൽ കൊടുക്കുള്ളൂ. ഇപ്പം നെയ്യിൻ്റെ ഒക്കെ പരസ്യം കാണുകയാണെങ്കിൽ ശ്രദ്ധിച്ചറിയാം, അഗ്മാർക്ക് നെയ്യ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അഗ്മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ ഇത് കുഴപ്പമൊന്നുമില്ല, എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു ആക്ട് പ്രകാരം കൺസ്യൂമർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. ഇത് കോമ്പറ്റീഷൻ ആക്ട് 2002. നമുക്കറിയാം കോമ്പറ്റീഷൻ ഡേ ടു ഡേ ഓരോ ദിവസം കഴിയുന്തോറും കോമ്പറ്റീഷൻസ് കൂടി വരാം. അപ്പം ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻ, ഹെൽത്തി കോമ്പറ്റീഷൻ കുഴപ്പമില്ല, ഓരോ ബിസിനസ്സുകൾ തമ്മിലുള്ള ഹെൽത്തി കോമ്പറ്റീഷൻ കുഴപ്പമില്ല. പക്ഷെ ഇത് കൺസ്യൂമറിനെ ബാധിക്കരുത്. അപ്പോൾ അതിൽ നിന്ന് കൺസ്യൂമർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് ദ കോമ്പറ്റീഷൻ ആക്ട് 2002. ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആക്ട്. ഈ ഒരു ആക്ട് പ്രകാരമുള്ളത് 2 ആക്ടിവിറ്റീസ് ആണ് ഇവർ പെർഫോം ചെയ്യുന്നത്. അതായത് ഓരോ ഗുഡ്സിനും വേണ്ട ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുക, ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്താണ് അവർ പോകുന്നത് എന്നുണ്ടെങ്കിൽ ISI മാർക്ക് കൊടുക്കുക. ഇതാണ് ഈ ഒരു ആക്ട് പ്രകാരം നടക്കുന്ന 2 ആക്ടിവിറ്റീസ്. ഇനി ഒരു കൺസ്യൂമർക്കുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ്? റൈറ്റ് ടു സേഫ്റ്റി, അതായത് ഒരു കൺസ്യൂമറിൻ്റെ ലൈഫിനെ അല്ലെങ്കിൽ ഹെൽത്തിനെ ബാധിക്കുന്ന അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആ ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് പ്രകാരം അവരുടെ ഹെൽത്തിനോ അല്ലെങ്കിൽ ലൈഫിനോ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ബാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ ഇവർക്ക് വേണം. അതായത് ഇപ്പോൾ ഇലക്ട്രിക്കൽ ഗുഡ്സ്, പ്രഷർ കുക്കർ, ഇതിൽ നിന്നൊക്കെ ഒരുപാട് ആക്സിഡൻറ്റ്സ് ആളുകൾക്ക് പറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസ്യൂമർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് അവർക്ക് സേഫ്റ്റിക്കുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ISI മാർക്ക് അതിനുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. കാരണം ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്ട്സിന് കൊടുക്കുന്നതാണ് ഈ ISI മാർക്ക്. കൺസ്യൂമർക്ക് യാതൊരു വിധത്തിൽ ദോഷം ഉണ്ടാവില്ല എന്നുള്ള രീതിക്കുള്ള ഗുഡ്സിന് കൊടുക്കുന്നതാണ്. അപ്പോൾ ISI മാർക്ക് നോക്കി വേണം വാങ്ങിക്കാൻ. ദ റൈറ്റ് ടു ബി ഇൻഫോംഡ്, അതായത് ഏതൊരു സാധനത്തെക്കുറിച്ചുള്ള ഫുൾ ഇൻഫർമേഷൻ ആ ഒരു കൺസ്യൂമറിന് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് അതിൻ്റെ ക്വാണ്ടിറ്റി, ഇൻഗ്രീഡിയൻസ്, ഡേറ്റ് ഓഫ് മാനുഫാക്ചർ, ഇതെങ്ങനെ ഉപയോഗിക്കണം, ക്വാളിറ്റി, ഇതെല്ലാം കുറിച്ചുള്ള ഇൻഫർമേഷൻ കൺസ്യൂമർക്ക് കിട്ടാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു ചൂസ്, അതായത് നമ്മളൊരു കടയിൽ കയറുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും, ഒരു ഐറ്റത്തിന് തന്നെ പല പല വെറൈറ്റീസ് ഉണ്ടാവും. ഇതിൽ നിന്ന് കൺസ്യൂമർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. കൺസ്യൂമർക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ്, ക്വാളിറ്റി, പ്രൈസ്, സൈസ് ഇതെല്ലാം നോക്കി ചൂസ് ചെയ്തെടുക്കാനുള്ള റൈറ്റ് കൺസ്യൂമർക്ക് ഉണ്ട്. റൈറ്റ് ടു ബി ഹേർഡ്, അതായത് ഇപ്പോൾ ഒരു ഗുഡ്സ് കൺസ്യൂമർ വാങ്ങിച്ചു, അതിനെക്കുറിച്ച് കൺസ്യൂമർക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈൻറ്റ് കൺസ്യൂമറിന് പറയാനുള്ളത് കമ്പനി കേട്ടിരിക്കണം. അങ്ങനെ പറയാനുള്ള റൈറ്റ് നമുക്കുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ കസ്റ്റമർ സർവീസും എല്ലാം ഉള്ളത്. ഇവരുടെ കൺസ്യൂമർ സർവീസൊക്കെ ഇല്ലേ, ഗ്രീവൻസസ് എല്ലാമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ വിളിച്ച് പറയാം. റൈറ്റ് ടു സീക്ക് റീഡ്രസൽ, അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഗുഡ്സ് വാങ്ങിച്ചു, അപ്പോൾ അതിന് എന്തൊക്കെയോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഒരു സർവീസ് ആ വിചാരിച്ച പോലെ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വരുമ്പോൾ നമുക്ക് കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് വെക്കുക. അപ്പോൾ അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് വേണ്ടേ, ആ പരിഹാരം കിട്ടാനുള്ള റൈറ്റ് നമുക്കുണ്ട്. റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, അതായത് കൺസ്യൂമറിന് അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റി ഇതിനെക്കുറിച്ചെല്ലാം അറിയാനുള്ള കൺസ്യൂമർ എഡ്യൂക്കേഷനുള്ള ഒരു അവകാശം കൺസ്യൂമർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ഇങ്ങനെയുള്ള കൺസ്യൂമേഴ്സിനെ എല്ലാം ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഗവൺമെൻറ്റും ഒരുപാട് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. അതിൽ വരുന്നത് ഒന്നാണ് ക്യാമ്പയിൻ ഓഫ് ജാഗോ ഗ്രാഹക് ജാഗോ എന്ന് പറഞ്ഞിട്ട് കൺസ്യൂമർക്ക്, അതേപോലെ തന്നെ സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ അവയർനെസ്സും ക്ലാസ്സസും എല്ലാം കൊടുക്കാറുണ്ട്. ഇനി കൺസ്യൂമർ റെസ്പോൺസിബിലിറ്റി, കൺസ്യൂമറുടെ റൈറ്റ് നമ്മൾ പറഞ്ഞു, പക്ഷേ കൺസ്യൂമർക്ക് ചില റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അതായത് ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിനെ കുറിച്ച് ഒരു കൺസ്യൂമർ അറിഞ്ഞിരിക്കണം.
പിന്നെ ISI മാർക്ക്, ഇലക്ട്രിക്കൽ ഗുഡ്സ് ഒക്കെ ആണെങ്കിൽ ISI മാർക്ക്, ഫുഡ് പ്രോഡക്ട്സ് ആണെങ്കിൽ FPO, ജ്വല്ലറി ആണെങ്കിൽ ഹാൾമാർക്ക്. ഇതേപോലെ ഓരോ സ്റ്റാൻഡേർഡിന് ഓരോ മാർക്കുകൾ ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയണം. സ്റ്റാൻഡേർഡൈസ്ഡ് ഗുഡ്സ് മാത്രമേ വാങ്ങിക്കാവൂ. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസുമായി ബന്ധപ്പെട്ട് വരാവുന്ന എല്ലാ റിസ്കിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. എന്തെങ്കിലും റൂൾസോ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസോ മാനുഫാക്ചറേഴ്സ് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്തിരിക്കണം. അത് റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, പ്രൈസ്, നെറ്റ് വെയിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്നായി വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ തന്നെ ഒരു കൺസ്യൂമർക്കുള്ള റൈറ്റ്സും അതെങ്ങനെ ആ റൈറ്റ്സ് എക്സസൈസ് ചെയ്യാമെന്നുള്ളതും കൺസ്യൂമർ അറിഞ്ഞിരിക്കണം. ഡീലിങ്സിൽ ഹോണസ്റ്റ് ആയിരിക്കണം. അതായത് മാൽ പ്രാക്ടീസസ് ഒന്നും നടത്തരുത്. അങ്ങനെ നടത്തുന്നവരെ എൻകറേജ് ചെയ്യാനും പാടില്ല. എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് മെമ്മോ ആവശ്യപ്പെടണം, അതിൻ്റെ റെസിപ്റ്റ്. അതേപോലെ തന്നെ ഇപ്പോൾ ഗുഡ്സിലും എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫയൽ കംപ്ലൈൻറ്റ് ചെയ്യാം. ഓരോന്നിനും ഓരോ കൺസ്യൂമർ ഫോറം ഉണ്ട്, അതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതിൽ നമുക്ക് ഫയൽ ചെയ്യാം. അതേപോലെ തന്നെ കൺസ്യൂമർ സൊസൈറ്റീസ് ഫോം ചെയ്യാൻ ഇനീഷ്യേറ്റീവ് എടുക്കണം. എല്ലാ കൺസ്യൂമേഴ്സിനെയും ഓർഗനൈസ് ചെയ്യാനും അവർക്ക് വേണ്ട നോളജും അവയർനെസ്സും ഒക്കെ കൊടുക്കാനും. ഹി ഷുഡ് സേവ് ദ എൻവയോൺമെൻറ്റ് സേവ് ചെയ്യണം. വേസ്റ്റ് ഒക്കെ കുറച്ചും പൊല്യൂഷൻ കുറച്ചും ഒക്കെ എൻവയോൺമെൻറ്റ് സേവ് ചെയ്യേണ്ടതും കൺസ്യൂമറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. വെയ്സ് ആൻഡ് മീൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റീവ് എങ്ങനെയൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാമെന്ന്. സെൽഫ് റെഗുലേഷൻ ബൈ ബിസിനസ്സസ്. അതായത് ബിസിനസ്സുകൾ തന്നെ നേരിട്ട് ഇറങ്ങിത്തിരിക്കുക. അതായത് ഓരോ മിക്ക കമ്പനികളിലും ഉണ്ട്. ഇപ്പോൾ നമുക്ക് കസ്റ്റമർ സർവീസ് സെൻ്റർ ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ വിളിച്ച് അറിയാൻ പറ്റും. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനും ബിസിനസ്സുകൾ നേരിട്ട് ഇറങ്ങാം. പിന്നെ ബിസിനസ് അസോസിയേഷൻസ് ഉണ്ട്. അതായത് FICCI, CII ഇതേപോലെയുള്ളവരൊക്കെ, അതായത് കൺസ്യൂമേഴ്സിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കോഡ് ഓഫ് കണ്ടക്റ്റ് ഒക്കെ അവർ ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് വേണം കൺസ്യൂമറിൻ്റെ അടുത്ത് എപ്പോഴും പെരുമാറാൻ. കൺസ്യൂമർ അവയർനെസ്, അതായത് കൺസ്യൂമർക്ക് അവയർനെസ് കൊടുക്കുക. അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ്സും അവരുടെ റെസ്പോൺസിബിലിറ്റിയും എങ്ങനെ ഇതിൽ നിന്നെല്ലാം ഒഴിവാക്കുക, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ളത്. കൺസ്യൂമർ ഓർഗനൈസേഷൻസ്, ഒരുപാട് കൺസ്യൂമേഴ്സിനെ ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെയുള്ള അസോസിയേഷനുകളിൽ അവയർനെസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഗവൺമെൻറ് അതുപോലെ തന്നെ കൺസ്യൂമറിൻ്റെ പ്രൊട്ടക്ഷനും എല്ലാം ഉറപ്പുവരുത്താൻ വേണ്ടി ഗവൺമെൻറ് ഒരുപാട് ലോസ് ഇറക്കിയിട്ടുണ്ട്. അതിൽ പെടുന്നതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എല്ലാം. അതിൽ 3 എണ്ണമാണുള്ളത്. അതായത് 3 ലെവലിലായിട്ട് വരും: ഡിസ്ട്രിക്റ്റ്, നാഷണൽ, സ്റ്റേറ്റ്. അത് 3 നമുക്ക് പഠിക്കാനുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കാൻ വളരെ എളുപ്പം. ഇത് ഒരെണ്ണം പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 2 എണ്ണം കൂടി ഇത് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീഡ്രസൽ ഏജൻസീസ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഒരു കൺസ്യൂമർക്ക് ഉള്ള റീഡ്രസൽ ഏജൻസീസ്, അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി, ഒരു ക്വാണ്ടിറ്റിയിലോ അതിൻ്റെ ഒരു പ്രൊഡക്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമുണ്ടായി, അപ്പോൾ അവർക്ക് റിലീഫ് കിട്ടണമല്ലോ. കോമ്പൻസേഷനോ റിലീഫോ എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു പരിഹാരം കിട്ടണം. അതിന് അവർ ആരെ സമീപിക്കണം എന്നാണ്. ഒരു 3 ടയർ മെഷീനറി ആണുള്ളത്. അതായത് 3 ലെവൽ, ഡിസ്ട്രിക്ട് ലെവലുണ്ട്, പിന്നെ സ്റ്റേറ്റ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ, ഇങ്ങനെ 3 എണ്ണമാണുള്ളത്. 3 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഡിസ്ട്രിക്ട് ഫോറം എന്ന് പറയുമ്പോൾ അതിലൊരു പ്രസിഡൻറ്റും 2 മെമ്പേഴ്സും ഉണ്ടാവും. ആ 2 മെമ്പേഴ്സിൽ ഒരാൾ വുമൻ ആയിരിക്കണം. ഇതെല്ലാം അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഈ ഡിസ്ട്രിക്ട് ഫോറത്തിലേക്ക്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുള്ളപ്പോഴാണല്ലോ നമ്മൾ ഇവിടെ ചെന്ന് കാണണേ. അപ്പോൾ എന്തെങ്കിലും കോമ്പൻസേഷൻ വേണമെന്ന് നമ്മൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് 20 ലക്ഷത്തിൽ മുകളിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ട്രിക്ട് ഫോറത്തിനെയാണ് പോയി കാണേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഈ ഡിസ്ട്രിക്ട് ഫോർ ആ കംപ്ലയിൻ്റ് ഒക്കെ നന്നായിട്ട് നോക്കും. എന്നിട്ട് അത് ചെക്ക് ചെയ്യണമല്ലോ, ലബോറട്ടറിയിൽ റിപ്പോർട്ടൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് വേണ്ട കോമ്പൻസേഷൻ എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തു തരും. ഇപ്പം അതിൽ ആ ഒരു പാർട്ടി, അഗ്രീഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അതാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതെന്നുണ്ടെങ്കിൽ, നമ്മൾ വാങ്ങിച്ച ഗുഡ്സിനാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്കല്ലേ കോമ്പൻസേഷൻ വേണ്ടത്, നമ്മളാണ് അഗ്രീഡ് പാർട്ടി. അതിൽ ഇവരുടെ ഈ ഒരു ഇവർ മുന്നോട്ട് വെച്ച സൊല്യൂഷൻസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റേറ്റ് കമ്മീഷന് 30 ദിവസത്തിനുള്ളിൽ പോയി കാണാം. ഇനി സ്റ്റേറ്റ് കമ്മീഷൻ എന്താണ്?
ഇവിടെയുള്ളതിൽ ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി. അതായത് എന്തോരം ആളുണ്ടെന്നുള്ളത്. ഇതിൽ നിന്ന് പറയുമ്പോൾ ഒരു പ്രസിഡന്റ് നോട്ട് ലെസ് ദാൻ 2 അതർ മെമ്പേഴ്സ്, അതിൽ ഒരാൾ വിമൻ ആയിരിക്കണം. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇതെല്ലാം സെയിമാണ്. പിന്നെ ഇവിടെ വരുന്നത് ആകെ ഈ ഒരു എമൗണ്ടിലും നെക്സ്റ്റ് ആളെ കാണേണ്ടതിലും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. അതായത് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, കോമ്പൻസേഷൻ, ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള വാല്യൂ 20 lakhനും 1 crore ഇടക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് കമ്മീഷനെയാണ് നമ്മൾ കാണേണ്ടത്. കംപ്ലൈൻറ്റ് കൊടുക്കും. അപ്പോൾ അവർ സ്ക്രൂട്ടനൈസ് ചെയ്യും, ലാബിലെ റിപ്പോർട്ട് വെച്ച് നോക്കും. ഇനി അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് നാഷണൽ കമ്മീഷന് 30 ദിവസത്തിനുള്ളിൽ കാണാം. നാഷണൽ കമ്മീഷനിലെ ഒരു പ്രസിഡന്റും 4 മെമ്പേഴ്സും, അതിലൊരാൾ വിമൻ ആയിരിക്കും. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നത്, നാഷണൽ ലെവലല്ലേ. ഇനി ഇതിൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ്റെ വന്നത് എക്സിഡ് 1 crore, 1 കോടിയിലും മുകളിൽ വരുന്നതാണ് നാഷണൽ കമ്മീഷൻ്റെ അടുത്ത് പോണത്. ഇതും കൊടുത്തു കഴിയുമ്പോൾ നാഷണൽ കമ്മീഷൻ അതെല്ലാം സ്ക്രൂട്ടനൈസ് ചെയ്യും, ലാബിലെ റിപ്പോർട്ട് വെച്ച് ടെസ്റ്റ് റിപ്പോർട്ട് വെച്ച് നോക്കും. ഇനി ഇവരൊരു ഓർഡർ പാസ് ചെയ്യും. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിലും അഗ്രീഡ് പാർട്ടിക്ക് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോവാം. അതാണ് ആ 3 ഏജൻസീസ്. അപ്പോൾ അതെന്തായാലും പഠിക്കണം. കൺസ്യൂമറിൻ്റെ മീനിങ് എന്താണെന്നുള്ളതൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ആർക്കൊക്കെ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാം? ഒരു കൺസ്യൂമർക്ക് ചെയ്യാം, ഏതെങ്കിലും രജിസ്റ്റേർഡ് കൺസ്യൂമർ അസോസിയേഷന് ചെയ്യാം, സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചെയ്യാം. അതുപോലെ തന്നെ ഒരേ ആവശ്യമുള്ള കുറേ കൺസ്യൂമർ, അപ്പോൾ അവർക്ക് വേണ്ടി 1-2 കൺസ്യൂമേഴ്സിന് വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പോൾ മരിച്ചുപോയൊരു കൺസ്യൂമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് ഫയൽ ചെയ്യാം. ആർക്കെതിരെയാണ് നമ്മൾ ഫയൽ ചെയ്യണമെന്നുള്ളത്, അതായത് സെല്ലർ, മാനുഫാക്ചർ അല്ലെങ്കിൽ ഡീലർ, ആരുടെ ഗുഡ്സിനാണോ ഡിഫക്റ്റീവ് ഉണ്ടായിരുന്നത് അവർക്കെതിരെയാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏതൊരു സർവീസ് പ്രൊവൈഡറിൻ്റെ സർവീസിലാണോ ഇങ്ങനെ ഡെഫിഷ്യൻസി വന്നത് അയാൾക്കെതിരെ. ഇനി കൺസ്യൂമേഴ്സിന് കിട്ടുന്ന റിലീഫ്സ് എന്തൊക്കെയാണ്, ഇത് മൊത്തം കാണാതെ പഠിച്ചില്ലെങ്കിലും ഏകദേശം കുറച്ചൊക്കെ പഠിച്ചു വെക്കാം. അതായത് ചിലപ്പോൾ ഒരു ഗുഡ്സിൽ ചില ഭാഗത്തിന് ഡിഫക്റ്റ് എങ്കിൽ അത് മാറ്റി തരും, അല്ലെങ്കിൽ കംപ്ലീറ്റ് പ്രോഡക്റ്റ് മാറ്റി വേറെ പ്രോഡക്റ്റ് തരും, അല്ലെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റിന് വേണ്ടി ചിലവാക്കിയ പ്രൈസ് നമുക്ക് തിരിച്ചു തരും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ന്യായമായ ഒരു കോമ്പൻസേഷൻ തരും. ഇപ്പോൾ വളരെ ഹസാർഡസ് ആയിട്ടുള്ള ഗുഡ്സൊക്കെ ആണെങ്കിൽ അതിൻ്റെ സെയിൽ നിർത്തിവെക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ ആ ഗുഡ്സ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യിക്കാം. പിന്നെ ആ ഒരു ഗുഡ്സിൻ്റെ 5% വാല്യൂവിൽ കുറയാത്തൊരു എമൗണ്ട് നമുക്ക് കോമ്പൻസേഷൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ പല പല രീതിയുണ്ട്. ഇനി റോൾ ഓഫ് കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ആൻഡ് NGO. ഇവരെന്താ ചെയ്യുന്നത്? NGO എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ആണ്. കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവർ. യാതൊരു പ്രോഫിറ്റും ആഗ്രഹിച്ചല്ല ചെയ്യുന്നത്, പബ്ലിക് വെൽഫെയർ ആണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് കൺസ്യൂമറിൻ്റെ അവർക്കുള്ള റൈറ്റ്സ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ്, സെമിനാർസ്, വർക്ക്ഷോപ്സ് ഇതെല്ലാം കണ്ടക്ട് ചെയ്യും. ജനറൽ പീരിയോഡിക്കൽസ്, അതായത് ബുക്ക്ലെറ്റ്സ് അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ, TV-യിലൂടെയോ എങ്ങനെയെങ്കിലുമൊക്കെ അവയർനെസ് അല്ലെങ്കിൽ കൺസ്യൂമർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവർ എത്തിക്കും. അതേപോലെ തന്നെ പല പ്രോഡക്ട്സും ഇവർ തന്നെ നേതൃത്വത്തെ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ പബ്ലിക്കിന് അവൈലബിൾ ആയിട്ട് കൊടുക്കും. അതേപോലെ തന്നെ എൻകറേജിങ് കൺസ്യൂമേഴ്സ് ടു പ്രൊട്ടസ്റ്റ് ആൻഡ് ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേറ്റീവ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് അഡോപ്റ്റഡ് ബൈ ബിസിനസ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് ഹാംഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്യൂമറിനെ എൻകറേജ് ചെയ്യിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും ലീഗൽ മാറ്റേഴ്സിൽ വേണ്ട ലീഗൽ പ്രൊട്ടക്ഷൻ ഇവർക്ക് കൊടുക്കും. കൺസ്യൂമർക്ക് വേണ്ടി കോർട്ടിലെല്ലാം, അതായത് കൺസ്യൂമർ കോർട്സിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ഫയലൊക്കെ ചെയ്യും ഇവർ. ഇനി ലാസ്റ്റ് ഉള്ളത് ഇമ്പോർട്ടൻറ്റ് കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ആൻഡ് NGOs. അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരാനുള്ള പേരുകൾ മാത്രമാണ്. അതൊരു 5 എണ്ണമെങ്കിലും എന്തായാലും പഠിച്ചു വയ്ക്കുക, നിർബന്ധമാണ്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഒരു 5 or 6 വേണം. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.